ഇന്ന് നമ്മുടെ വീക്കെൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസിൻ്റെ ദിവസമാണ്. അറിയാമല്ലോ, എല്ലാ ആഴ്ചയും പഠിക്കുന്നത് നമ്മൾ സൺഡേയിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ വിജയപ്രദമായി അത് ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അത് തന്നെ അതേ രീതിയിൽ, അതായത് ഈ ആഴ്ച നമ്മൾ പഠിച്ചതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മൺഡേയിലെ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത് ഞാൻ, എൻ്റേത് എന്നതൊക്കെ എങ്ങനെ പറയും എന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്കതൊന്ന് ഞാനൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഐ, ഞാൻ, എന്നെ, മീ, എൻ്റെ, മൈ, എൻ്റേത്, മൈൻ. അപ്പോൾ നീ എന്നതിന് യു, നിന്നെയാണെങ്കിൽ അതും യു, നിൻ്റെ യുവർ, നിൻ്റേത് യുവേഴ്സ്. ഇനി അവൻ എന്നതിന് ഹി, അവനെ ഹിം, അവൻ്റെ ഹിസ്, അവൻ്റേത് എന്നാലും ഹിസ്. അവൾ ഷീ, അവളെ ഹെർ, അവളുടെ ഹെർ, അവളുടേത് ഹേഴ്സ്. ഞങ്ങൾ വി, ഞങ്ങളെ എന്നുള്ളതിന് അസ്, ഞങ്ങളുടെ അവർ, ഞങ്ങളുടേത് അവേഴ്സ്. ഇത് അല്ലെങ്കിൽ അത് ഇറ്റ്, അതിനെ അല്ലെങ്കിൽ ഇതിനെ അതും ഇറ്റാണ്. അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇറ്റ്സ്, വീണ്ടും അതിൻ്റേത് അല്ലെങ്കിൽ ഇതിൻ്റേതും ഇറ്റ്സ് ആണ്. ഇനി അവർ, ദേ, അവരെ, ദം, അവരുടെ, ദെയർ, അവരുടേത് ദെയസ്. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് റിവൈസ് ചെയ്യാണ്. നമുക്കിത് കഴിഞ്ഞാലുടൻ നമ്മൾ പഠിച്ച ആ 3 ക്ലാസ്സിൻ്റെയും നമുക്ക് എക്സസൈസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഷോള് നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യുമെങ്കിലും ഷോളിൻ്റെ പ്രത്യേകമായ ചില ഉപയോഗങ്ങളാണ്. അതായത് വരാം, പോകാം, പഠിക്കാം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഷോൾ യൂസ് ചെയ്യാം, അല്ലേ? അതായത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞാൻ വരാം അല്ലെങ്കിൽ ഞങ്ങൾ, ഐയും വിയുമാണ് പ്രധാനമായിട്ടും, അത് മനസ്സിലാക്കുക. ഞാൻ നാളെ പഠിക്കാം, ഐ ഷോൾ സ്റ്റഡി ടുമോറോ. ഞങ്ങൾ നാളെ വരാം, വി ഷോൾ കം ടുമോറോ. എന്നാൽ അതുപോലെ അനുവാദമോ നിർദ്ദേശമോ ഉപദേശമോ ചോദിക്കുമ്പോഴും, അതായത് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടാകും, ചോദ്യം വരുന്നത് എപ്പോഴും ഓക്സിലറി വെർബ് ഫസ്റ്റ് ആണ്. അതുപോലെ ഇവിടെയും ഒരു ഉപദേശത്തിനോ നിർദ്ദേശത്തിനോ ആയിട്ട് അനുവാദം ചോദിക്കും. അതായത് ഞങ്ങൾ സ്കൂളിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കത്തില്ല, ഞങ്ങൾ സ്കൂളിൽ പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്താവും? ഷോൾ വി ഗോ ടു സ്കൂൾ? ഓക്കെ. ഞാൻ ഈ കാർ ഡ്രൈവ് ചെയ്യട്ടെ, ഷോൾ ഐ ഡ്രൈവ് ദിസ് കാർ? ഓക്കെ. അതുപോലെ എന്തെങ്കിലും സഹായ വാഗ്ദാനങ്ങൾ, ഇപ്പോൾ പറയാണ് ഞങ്ങൾ ഈ ഫുഡ് നിങ്ങൾക്ക് തരട്ടെ, ഞങ്ങളുടെ കയ്യിൽ ഫുഡുണ്ട്, അത് നിങ്ങൾക്ക് തരട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷാൾ വി ഗിവ് ദിസ് ഫുഡ് ടു യു? ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരാം, പോകാം എന്നതുപോലെ, അതുപോലെ അനുവാദം, നിർദ്ദേശം ഇവ ചോദിക്കാൻ, അതുപോലെ എന്തെങ്കിലും സഹായ വാഗ്ദാനങ്ങൾ ചെയ്യുവാനും നാം ഏത് യൂസ് ചെയ്യുന്നു? ഷോൾ യൂസ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ വെനസ്ഡേയിൽ നാം പഠിച്ചത്. ഇനി തേർഡ് ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രൈഡേയിൽ നമ്മൾ പഠിച്ചത് നമുക്ക് നോക്കാം. അതായത് ഒരു കാര്യം എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്, അതായത് എനിക്ക് അത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയില്ലേ? ഇപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഐ കാൺട്ട് ഹെൽപ്പ് ഗോയിങ് ദെയർ. അവൾക്ക് പോകാതിരിക്കാൻ കഴിയുന്നില്ല, ഷീ കാൺട്ട് ഹെൽപ്പ് ഗോയിങ് ദെയർ. അതായത് കഴിയുന്നില്ല എന്നാണെങ്കിൽ കാൺട്ട് ഹെൽപ്പ്, കഴിഞ്ഞില്ല എങ്കിൽ കുഡിൻറ്റ് ഹെൽപ്പ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ING വെർബ്. ഓക്കെ. അപ്പം ഇത്രയും സെൻറ്റൻസുകളാണ് അല്ലെങ്കിൽ ഇത്രയും പ്രധാനമായ പോർഷനുകളാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതായത് ഈ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാനുള്ള എക്സർസൈസുകളാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ നാളെ സ്കൂളിൽ വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ നാളെ സ്കൂളിൽ വരാം. ഓക്കെ. ഞങ്ങൾ പാട്ട് പാടാം. ഓക്കെ. ഞാൻ ഈ മരുന്ന് കഴിക്കട്ടെ. ഞങ്ങൾ നാളെ ടൂർ പോകട്ടെ. നിനക്ക് ഞാൻ ഈ ബുക്ക് നൽകട്ടെ. ഇത് നിനക്ക്
ഞാൻ വായിച്ചു തരട്ടെ. അപ്പം സഹായ വാഗ്ദാനവും നിർദ്ദേശമായി ഓർക്കുക. ഇനി ഈ ബുക്ക് അവളുടേതാണ്. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരട്ടെ. ആ വീട് അവരുടേതാണ്. ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അവളുടെ ബുക്ക് എൻ്റെ കയ്യിൽ ആണ്. ഓക്കെ, അത് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് എഴുതുന്നതെന്ന്. അടുത്തത്, അവന് ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. അവന് ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ക്രിക്കറ്റ് കളിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവൾക്ക് പഠിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ നമ്മൾ സെൻറ്റൻസ് വൈസിൽ എഴുതാനാണ്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം എടുത്തതുപോലെ ഇന്ന് ഞാൻ ആ കഴിഞ്ഞ, അതായത് ഞായറാഴ്ച നടത്തിയ ആ വീക്കെൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസിൻ്റെ കൂടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതുകൂടി കണ്ടിട്ട് അതിനും കൂടി കമൻ്റ് ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. എൻ്റെ നാട് കേരളമാണ്. എൻ്റെ നാട് കേരളമാണ്. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. എനിക്ക് കേരളത്തിൻ്റെ സൗന്ദര്യം വർണ്ണിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച് എഴുതട്ടെ. കേരളത്തെക്കുറിച്ചെന്ന് പറയുമ്പോൾ എബൌട്ട് കേരളമാണ് കേട്ടോ. ഇതെൻ്റേതു മാത്രമല്ല, പക്ഷേ ഞങ്ങളുടെ സ്വന്തം നാടാണ്. നമുക്ക് നമ്മുടെ കേരളത്തെ രക്ഷിക്കാം. സേവ് എന്നാണ് രക്ഷിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ നാട് എന്നും നന്നായിരിക്കട്ടെ. ദൈവം നമ്മുടെ നാടിനോടൊപ്പമുണ്ടാകട്ടെ. എൻ്റെ കൂട്ടുകാർ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. അവർ വന്നോട്ടെ. അവർക്ക് ഇവിടെ വരാതിരിക്കാൻ കഴിയില്ല. കാരണം കേരളം അത്ര സുന്ദരിയാണ്. അപ്പോൾ ഞാൻ കേരളത്തിനെ പറ്റി ഇവിടെ വർണ്ണിച്ചത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പം എൻ്റെ നാട് കേരളമാണ് തുടങ്ങി നല്ല രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപയോഗിച്ച മേയോ, ലെറ്റ് മുതലായ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അവയെല്ലാം തന്നെ ഉപയോഗിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ആ ക്ലാസ്സുകളൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീണ്ടും വീണ്ടും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ടെൻഡൻസി ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ അപ്പോൾ തന്നെ ഞാനത് എല്ലാ സംശയങ്ങളും മാറ്റിത്തരുന്നതായിരിക്കും. എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.